ഒരു ദിവസം ഈ കടയിൽ ഞാൻ ഇതുപോലെ എന്തോ ഒരു ലൈബ്രറി നമുക്കിപ്പോൾ അഫോർഡ് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ മേടിക്കുള്ളൂ, 60 പൗണ്ടിൻ്റെ എന്തോ ഒരു സാധനം മേടിച്ച് ക്യൂവിൽ നിൽക്കുക. വലിയ ക്യൂ ആണ്, പല ആളുകളൊക്കെ, 2 ക്യൂസ് ഉണ്ട്. ഇപ്പുറത്തെ ക്യൂവിൽ പരിചയമുള്ളൊരു മുഖം, AR റഹ്മാൻ. എനിക്ക് തോന്നുന്നു ഒരു ഗ്രീൻ ഷർട്ടും എന്തോ ഒരു ജീൻസോ വാട്ട് എവർ, ഒരു വെരി സിമ്പിൾ. ഹി കെയിം ദെയർ ആക്ച്വലി ടു കമ്പോസ് എയർടെൽ തീം. അത് നമുക്ക് ആ സമയത്ത് എനിക്കറിയില്ല. ഈ പറയുന്ന മൊമെന്റിൽ ഞാൻ ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് പറയുന്നത്, അല്ലെ ഫ്യൂച്ചറിലോട്ട് പോയിട്ടാണ് പറയുന്നത്. മനസ്സിലായി. ഹി വാസ് ദെയർ ടു കമ്പോസ് എയർടെൽ തീം. അതിന് വേണ്ടി വന്നിരിക്കുന്നത് അവരുടെ എല്ലൻ മിത്തൽ ടീം ലണ്ടനിലാണല്ലോ. അവരായിട്ടുള്ള മീറ്റിങ്ങിനും ആൻഡ് ആ ബോംബെ ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടുള്ള തിയേറ്റർ വന്നിട്ടില്ല, അതിനൊക്കെ മുമ്പുള്ള സമയമാണ്. ഹി വാസ് ലുക്കിംഗ് ഫോർ എ സ്പേസ്, അവിടെ ഒരു വീടൊക്കെ അന്വേഷിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഹി വാസ് ജസ്റ്റ് ലൈക്ക് എനിബഡി എൽസ്. എനിക്ക് മാത്രം ആ ക്യൂവിൽ പുള്ളിനെ അറിയുള്ളൂ, ഞാൻ ഒറ്റ കെട്ടപ്പെടുത്താം വിടില്ലല്ലോ. ഹി വാസ് വെരി ഹാപ്പി. അപ്പോൾ അങ്ങനെ ഒരു സമയമൊന്നും പിന്നെ കിട്ടില്ലല്ലോ. വേറൊരു സ്ഥലത്ത് ഇൻ എ സ്ട്രേഞ്ച് പ്ലേസ് സംബഡി ഈസ് ഐഡൻറ്റിഫൈങ് എന്ന് പറയുമ്പോഴത്തേക്കും ഹി വാസ് ഓൾസോ വെരി ത്രിൽഡ് അബൌട്ട് ഇറ്റ്. വി വർ ടോക്കിംഗ് ആൻഡ് അപ്പോൾ അതിന് ജസ്റ്റ് ഒരു 2 ദിവസം മുമ്പ് കന്നത്തിൽ മുത്തമിട്ടാലിൻ്റെ ഓഡിയോ റിലീസായി. മ്യൂസിക് ഇന്ത്യ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈറ്റ് ഉണ്ടായിരുന്നു. അതിലാണ് നമ്മളൊക്കെ പുറത്തിരുന്നിട്ടൊക്കെ കേൾക്കുന്നത് പാട്ടുകൾ. അപ്പോൾ അതിൽ ഞാനിത് ട്രിപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ആൻഡ് ദിസ് മാൻ ഈസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. എൻ്റെ പുതിയ ആൽബം കേട്ടോ? ഇറ്റ്സ് ലൈക്ക് ഞാൻ അതിപ്പോൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഞാനൊരു 12 string ഗിറ്റാർ വെച്ചിട്ട് ഞാൻ അത് കേട്ടു. അങ്ങനെയുള്ളൊരു കോൺവെർസേഷൻ ഐ ഗോട്ട്. അറ്റ്ലീസ്റ്റ് ആ ക്യൂ തീരണ വരെ വി വർ ടോക്കിംഗ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ കുറേ എന്നോട് ചോദിക്കുന്നതിനൊക്കെ ഞാൻ പാഷനേറ്റായിട്ട് പറയുമ്പോഴത്തേക്കും ഹീ കാഷ്വലി ആസ്ക് മീ ദെൻ വാട്ട് ആർ യു ഡൂയിങ് ഹിയർ മാൻ. എനിക്കതൊരു വല്ലാത്തൊരു